Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിന്റെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ അടുത്ത പോയിന്റ്സ് ആയ ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ്. ഫോസ്ഫറസ് ഹാലൈഡ്സ് നമ്മുടെ എക്സാം ബേസ്ഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഫോസ്ഫറസ് ഹാലജനുമായി ചേർന്ന് കിട്ടുന്ന കോമ്പൗണ്ട്സുകളെയാണ് നമ്മൾ ഫോസ്ഫറസ് ഹാലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഹാലൈഡ്സ് ആണ് ഫോസ്ഫറസ് ഫോം ചെയ്യുന്നത്. ഫോസ്ഫറസ് പിയും ഹാലജന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. PX3 ആൻഡ് PX5. എക്സിന്റെ സ്ഥാനത്ത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ. PX3 ആണെങ്കിൽ ഐഡിനും വരാം. PX5 ആണെങ്കിൽ, അതായത് ഐഡിന്റെ സൈസ് ലാർജ് ആണ്, അതുകൊണ്ട് 5 വരുന്ന നമ്പർ കൂടുന്ന സമയത്ത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇത്രയും വരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓരോ ടൈപ്പ് കോമ്പൗണ്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് ഫോസ്ഫറസ് പി ആണ്. ഹാലജൻസിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. 2 ടൈപ്സ് ആണുള്ളത്, PX3 ദെൻ PX5. അവിടെ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻസ് ആയ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, പിന്നീട് ഐഡിനും വരുന്നുണ്ട്. ഐഡിൻ ലാർജ് സൈസ് ആണ്, വളരെ ഈ ഉള്ളതിൽ ഏറ്റവും സൈസ് കൂടി. അപ്പൊ 5 എണ്ണം വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ PI5 ഇല്ല, പക്ഷെ PI3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ടൈപ്സ് ഹാലൈഡ്സ് ആണുള്ളത്. പക്ഷെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എക്സാമിന് വേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട 2 ഹാലൈഡ്സ് നമ്മൾ എടുക്കാം. അതായത് PCl3 ആൻഡ് PCl5. ഇവ രണ്ടുപേരെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇവിടെയാണെങ്കിലും നമ്മൾ ഏതൊരു കോമ്പൗണ്ട് പഠിക്കുമ്പോഴും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതിന്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇവർ രണ്ടുപേരുടെയും പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. PCl3യുടെയും PCl5ന്റെയും പ്രിപ്പറേഷൻ. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോസ്ഫറസ് എക്സിസ്റ്റ് ചെയ്യുന്ന ടെട്രാ അറ്റോമിക് ആയിട്ടാണ്, പോളി അറ്റോമിക് ആണ്, അല്ലെങ്കിൽ 4 ആറ്റങ്ങൾ ചേർന്നാണ് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. അപ്പൊ ലാബ് പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ ബൈ ഹീറ്റിംഗ് ഫോസ്ഫറസ് വിത്ത് ക്ലോറിൻ, ഫോസ്ഫറസ് ഡയറക്റ്റ് ക്ലോറിനുമായി ചേരുമ്പോഴാണ് വൈറ്റ് ഫോസ്ഫറസ് ആണ്. P4 എന്ന് പറയുന്ന വൈറ്റ് ഫോസ്ഫറസ് ഇന്നെ ഡ്രൈ ക്ലോറിൻ, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബൈ ഹീറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ PCl3 ഫോം ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് എന്നാണ് ഡയറക്റ്റ് ഹീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് PCl3 എന്ന് ഫോസ്ഫറസ് P4 ആണ്, ടെട്രാ അറ്റോമിക് ആണ്, വൈറ്റ് ഫോസ്ഫറസ് ആണ്. ഇതിനെ ഡ്രൈ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഫോസ്ഫറസും ക്ലോറിനും തമ്മിൽ ചേർന്നിട്ട് PCl3 കിട്ടുന്നു. ദെൻ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പൊ 4 ഇവിടെ കൊടുക്കും. അപ്പൊ എത്ര ക്ലോറിൻ എത്ര എണ്ണം ആയി കഴിഞ്ഞു? 12 ആണ്. അപ്പൊ 6 ക്ലോറിൻ. ബൈ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ലാബ് പ്രിപ്പറേഷൻ ആണ്. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർത്തിരിക്കേണ്ടത്, പ്രിപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. സ്ട്രക്ചർ PCl3. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അമോണിയ പഠിച്ചു. അമോണിയ ദാറ്റ് ഈസ് NH3. അമോണിയയുടെ ഫോർമുല NH3 ആണ്. നൈട്രജൻ 3 ബോണ്ട് ഫോം ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞത്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, പിരമിഡൽ സ്ട്രക്ചർ. അപ്പൊ അത് ഇവിടെ നിന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് എടുക്കുകയാണെങ്കിൽ, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫാമിലി വരുന്ന എലമെന്റ് ആണ്. വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഞാൻ ആ 5 വാലൻസ് ഷെല്ലിലെ 5 ഇലക്ട്രോൺസിനെ ഞാനിവിടെ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബോണ്ട് ഫോം ചെയ്യുന്ന 3 ക്ലോറിൻ ആറ്റവുമായിട്ടാണ്. ഫസ്റ്റ് 3 ക്ലോറിൻ ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? 3 ക്ലോറിൻ ഓരോ വാലൻസ് സ്റ്റേഷനിലെ ഓരോ ഇലക്ട്രോൺസുമായിട്ട് 3 ക്ലോറിൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി റിമെയിൻ ചെയ്യുന്ന 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ ദാറ്റ് എക്സിസ്റ്റ് ആസ് ലോൺ പെയർ. അപ്പം ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്ന ഇലക്ട്രോൺസിനെ പറഞ്ഞ പേരാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ടോട്ടൽ ഇതിന് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്ന ബോണ്ട് എത്രയാണെന്ന് നമ്മൾ നോക്കുക. അതായത് 3 ബോണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 എന്നുള്ള പോസിബിലിറ്റിയാണ്. അപ്പൊ 4 വരികയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷെ എല്ലാം ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ sp3 ഹൈബ്രിഡൈസേഷൻ വരികയുള്ളൂ. 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അവിടെ എന്തായിരിക്കും സ്ട്രക്ചർ? sp3 ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കും. സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ വരത്തില്ല. സെൻട്രൽ ആയിട്ട് ഫോസ്ഫറസ് വരും. ഫോസ്ഫറസ് എന്ന് പറയുന്നത് 3 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് വിത്ത് ക്ലോറിനുമായിട്ട്. പിന്നെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ പിരമിഡൽ സ്ട്രക്ചർ ആണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് PCl3 ഹാസ് പിരമിഡൽ സ്ട്രക്ചർ ആൻഡ് ഹാസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് കാണിച്ചേക്കുന്നത്. PCl3 ഫോസ്ഫറസ് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, പിരമിഡൽ സ്ട്രക്ചർ ആണ്. ഇത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അടുത്ത 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉൾപ്പെടുന്ന പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഫോസ്ഫറസിന്റെ കേസിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ്. ദാറ്റ് ഈസ് ഇവിടെ നോക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ഓർക്കുമ്പോൾ മേജർ കേസിലും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്.
PCl3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. PCl3 പ്ലസ് H2 വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ കറസ്പോണ്ടിങ് ഒരു ആസിഡ് കിട്ടും. ഫോസ്ഫറസിന്റെ ആസിഡാണ് H3PO3. ഫോസ്ഫറസ് ആസിഡ് H3PO3 പ്ലസ് HCl ഹൈഡ്രജൻ ഗ്യാസും തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആണ്. വിച്ച് ഹൈഡ്രോളിസിസ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇറ്റ് ഫ്യൂംസ് ഇൻ മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ വാട്ടർ അടങ്ങിയ എയറിൽ ബിക്കോസ് ഇറ്റ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം HCl ഗ്യാസ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂട്ടത്തിലുണ്ടാകുന്ന ആസിഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് പ്ലസ് ഫോസ്ഫറസിന്റെ ആസിഡാണ് H3PO3 ഫോസ്ഫറസ് ആസിഡ്. ദെൻ PCl3 റിയാക്ട്സ് വിത്ത്. ഇനി PCl3യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ക്ലോറിനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്താൽ നമുക്ക് PCl5 കിട്ടും. ഫോസ്ഫറസിന്റെ അടുത്ത ക്ലോറൈഡ് കിട്ടും PCl5. PCl3 റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം PCl5 ദാറ്റ് ഈസ് എക്സസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. PCl5 ഫോം ചെയ്യുന്നു. ഇനി അടുത്ത തേർഡ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട റിയാക്ഷനാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് കൂടി നമുക്ക് വേണ്ടതാണ്. അതായത് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻസ് ആയാലും ആൽക്കഹോൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളറിയാം PCl3 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ക്ലോറിൻ അടങ്ങിയ ഒരു കോമ്പൗണ്ട് ആണ്. അതായത് ക്ലോറിൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ റിയേജന്റിനെ ഉപയോഗിക്കാം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ക്ലോറിൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ക്ലോറോ ആൽക്കെയിൻസിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് PCl3 റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ നിന്നുമായിരിക്കുമല്ലോ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്നതാണ് ആൽക്കഹോൾസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആൽക്കഹോൾസ് ഓർക്കുക. ആൽക്കഹോൾസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ആൽക്കഹോൾസ് OH ആണ് അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ആൽക്കഹോളിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് OH. ദാറ്റ് ഈസ് നമുക്കൊരു ആൽക്കഹോൾ എടുക്കാം CH3CH2OH. അതായത് ഹൈഡ്രോ കാർബൺസ് ആണ്. അതിനകത്ത് 2 കാർബണുള്ള ഓർഗാനിക് കോമ്പൗണ്ട് CH3CH3 ആണ് വരേണ്ടത്. അതിനകത്ത് ദാറ്റ് ഈസ് CH3CH3 ഈഥേൻ വരേണ്ടതാണ്. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് OH കൊടുത്തു. അതിനെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോൾ. ഇതിനെ PCl3യുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ OH ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ Cl കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് CH3CH2Cl ക്ലോറോ ഈഥേന്റെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിക്കകത്തും വരുന്നതായതുകൊണ്ട് ഇവിടെ കൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് പഠിക്കുക. ആൽക്കഹോൾസിനെ കറസ്പോണ്ടിങ് ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റാൻ ആൽക്കഹോൾ OHനെ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ Cl കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് ക്ലോറോ ഈഥെയിൻ. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ക്ലോറോ ഈഥെയിൻ ആണ്. ക്ലോറോ ഈഥെയിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആൽക്കഹോൾ എടുക്കാം. ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് PCl3 എന്ന് പറയുന്നത്. ഇതേപോലെ കാർബോക്സിലിക് ആസിഡ് നമുക്ക് എടുക്കാം. CH3CH2COH ഒരു ആസിഡാണ്. പ്രൊപ്പനോയിക് ആസിഡ് ഇതിനെ PCl3യുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെയും ഈ COOH ആസിഡ് ആണ്. OH ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ Cl കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് CH3CH2COCl അതായിരിക്കും അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതും കെമിക്കൽ റിയാക്ഷൻസിനകത്ത് PCl3യുടെ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് ഉൾപ്പെടുത്താം. അതോടെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് കൂടി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒരു ആൽക്കഹോൾ എടുത്തു C2H5OH എത്തനോൾ തൊട്ട് മുമ്പെടുത്ത് തന്നെയാണ്. PCl3യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് Cl വരുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് അതിന്റെ കൂടെ വരുന്നത് ഫോസ്ഫറസിന്റെ ആസിഡാണ് H3PO3. ഇതുകൂടി പഠിച്ചോണം. ഫോസ്ഫറസ് ആസിഡ് ആണ് H3PO3. അതുപോലെ നമ്മൾ ആസിഡാണ് എടുക്കുന്നത് CH3COH എത്തനോയിക് ആസിഡ് ആണ്. ഇവിടെയും ഈ OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ Cl വരുന്നു. COയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. അവിടെയും കിട്ടുന്ന ആസിഡ് H3PO3 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് PCl3യെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വരുന്ന കോമ്പൗണ്ട് ആണ് ഫോസ്ഫറസ് പെന്റാഹാലൈഡ്സ് ആയിട്ടുള്ള PCl5. അപ്പൊ ഇതിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും നമുക്കിവിടെ ഓർത്തിരിക്കണം. അതടുത്ത് നമുക്ക് നോക്കാം. PCl5 നെക്സ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് PCl5. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് PCl5 ആണ്. PCl5ന്റെ എന്ത് വേണം പ്രിപ്പറേഷൻ തൊട്ട് മുമ്പ് നമ്മൾ എടുത്തത് തന്നെയാണ്. PCl3യിൽ കൂടി ക്ലോറിനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നു PCl3യിലേക്ക് ക്ലോറിനേഷൻ. ഇത് PCl3യുടെ കെമിക്കൽ റിയാക്ഷൻ കൂടിയായിരുന്നു PCl5 ആയി മാറുന്നു. ഇനി PCl5ന്റെ സ്ട്രക്ചർ നോക്കാം.
PCl5ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ എഴുതിയതുപോലെ ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. ഫോസ്ഫറസിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. നമ്മൾ ആ 5 ഇലക്ട്രോൺസ് എടുക്കുന്നു. 5 ബോൺസ് ഓരോ ക്ലോറിനുമായിട്ട് ഓരോ ബോണ്ട് വീതം ഫോം ചെയ്യുന്നുണ്ട്. 5 ബോൺസ്. അപ്പൊ ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ എല്ലാം ബോണ്ട് പെയർ ആണ്. 5 ബോൺസ് ആണ് ഫോം ചെയ്യുന്നെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് 5 ബോണ്ട് വരുന്നതിന് sp3 ഡീഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പൊ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എന്റെ സ്ട്രക്ചർ ഒരു ട്രയാങ്കുലർ ഷേപ്പ് വരച്ച ശേഷം അതിന് 3 കോർണേഴ്സ് വരുന്നുണ്ട്. സെന്ററിൽ ഫോസ്ഫറസിനെ കൊടുക്കുക. ദെൻ എബോ ആൻഡ് ബിലോ അങ്ങനെ 5 കോർണറിലും ക്ലോറിൻ വരുന്നുണ്ട്. ദെൻ PCl5 ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ്. ഇതെല്ലാ വർഷവും എക്സാമിന് ഫസ്റ്റ് ഇയറിൽ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ സെക്കൻഡ് ഇയറിലും ഇത് പഠിക്കുക തന്നെ വേണം. കാരണം ഈ പോർഷൻ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സ്ഥിതിക്ക്. അപ്പൊ ഇവിടെ കിട്ടുന്ന ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയും ആയിരിക്കും. ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. എല്ലാം ബോണ്ട് പെയേഴ്സ് ആണ്. 5 ബോണ്ട് പെയേഴ്സ് വരുന്നുണ്ട്. ഇനി PCl5ന്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ആണ്. അത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡൈമറൈസ് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അതായത് PCl4 പ്ലസ് ആയിട്ടും PCl6 മൈനസ് ആയിട്ടും, ദാറ്റ് ഈസ് 2 ഫോസ്ഫറസും 10 ക്ലോറിനും അങ്ങനെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അയണിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഫോമിലാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മളിപ്പം പറഞ്ഞത്. sp3 ഹൈബ്രിഡൈസേഷൻ, ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. ഇപ്പൊ ഈ ബോൺസുകൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ബോൺസും ഇക്വലന്റ് അല്ല. 2 ബോൺസ് ആക്സിയൽ ബോൺസ് ആണ്. ബാക്കി 3 ഇക്വട്ടോറിയൽ ബോൺസ് ആണ്. ആക്സിയൽ ബോൺസും ഉണ്ട്, ഇക്വട്ടോറിയൽ ബോൺസും ഉണ്ട്. ദ 3 ഇക്വട്ടോറിയൽ PCl bonds are equivalent, while the 2 axial bonds are different and longer than equatorial bonds. Equatorial bondsനേക്കാൾ ലോങ്ങറും ആയിരിക്കും axial bonds. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സോളിഡ് ഫോമിന്റെ കേസ് ഒന്ന് പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് അതായത് PCl5 സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് PCl4 പ്ലസ് ആയിട്ടും PCl6 മൈനസ് ആയിട്ടും ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇവിടെ 4 ബോൺസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പാർട്ട് sp3 ഹൈബ്രിഡൈസേഷൻ എന്നും ഇത് 6 ബോണ്ടാണ് ഹൈബ്രിഡൈസേഷൻ sp3 D2 ഹൈബ്രിഡൈസേഷൻ എന്ന് വരുന്ന രീതിയിൽ 2 പാർട്ടുകൾ ചേർന്നിട്ടാണ് ഇത് സോളിഡ് ഫോമിൽ ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് എല്ലായിടവും പറയുന്ന പോലെ ഏതൊരു കോമ്പൗണ്ട് എടുത്താൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണം. അപ്പൊ ഫസ്റ്റ് PCl3യുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോളിസിസ് ഉണ്ട്, അല്ലെങ്കിൽ മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. ഇറ്റ് ഫ്യൂംസ് ഇൻ മോയിസ്റ്റ് എയർ because it reacts with water to form HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ PCl5ന്റെ പ്രത്യേകത ഫസ്റ്റ് 2 സ്റ്റേജ് റിയാക്ഷൻസ് ഉണ്ട്. അതായത് PCl5 വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും HClമാണ് തരുന്നത്. POCl3 ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡ്. അത് ആ സ്റ്റെപ്പിൽ നിൽക്കുന്നില്ല. അവരടുത്ത വീണ്ടും മോയ്സ്ചറിലുള്ള വാട്ടറുമായി ചേർന്നിട്ട് ഫോസ്ഫോറിക് ആസിഡ് H3PO3 പ്ലസ് HCl കിട്ടുന്നു. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പുള്ള റിയാക്ഷനകത്ത് പഠിച്ചത് PCl3 ആണെങ്കിൽ H3PO3യും HClഉം തരുന്നു. PCl5 ആണെങ്കിൽ H3PO4ഉം HClഉം തരുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി അടുത്ത PCl5 ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് PCl3 പ്ലസ് ക്ലോറിൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ ആയിരുന്നു എടുത്തത്. കാർബൺ ടെട്രാക്ലോറിന്റെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. PCl3യും PCl3 reacts with chlorine to form PCl5. ഇനി തിരിച്ചുള്ള റിയാക്ഷൻ ആണ് ഈ PCl5 ഡീകമ്പോസ് ചെയ്തിട്ട് PCl3 പ്ലസ് Cl2 ബൈ ഹീറ്റിംഗ്. ഇനി തൊട്ട് PCl3ക്ക് പഠിച്ചതുപോലെ തന്നെ ഇറ്റ് റിയാക്ട്സ് വിത്ത് ആൽക്കഹോൾസ് ആൻഡ് ആസിഡ്സ്. OHുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. OH ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ Cl, C2H5Cl. ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടി, അല്ലെങ്കിൽ ക്ലോറോ ഈഥൈന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ OH ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ Cl ഗ്രൂപ്പ്. പിന്നെ കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് ഒരു വ്യത്യാസമുണ്ട്. തൊട്ട് മുമ്പത്തെ ബൈ പ്രോഡക്ട്സ് H3PO3 ആയിരുന്നു. ബൈ പ്രോഡക്റ്റ് PCl3, അതായത് ക്ലോറിന്റെ എണ്ണം കുറവുള്ളെടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H3PO3 ആയിരുന്നു. ഫോസ്ഫറസിന്റെ ആസിഡ് ആണ് H3PO3, ഫോസ്ഫറസ് ആസിഡ്. അപ്പൊ ഇവിടെ രണ്ടിടത്തും കിട്ടിയ ബൈ പ്രോഡക്റ്റ് ഇതൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പഠിച്ചേക്കണം. നമ്മൾ PCl3 ആണ് എടുക്കുന്നതെങ്കിൽ H3PO3 കിട്ടുന്നു. എന്നാൽ PCl5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ PCl5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ HCl ആൻഡ് POCl3. ബൈ പ്രോഡക്റ്റ് വ്യത്യസ്തമായതുകൊണ്ട് എക്സാമിന് അതിന് വളരെ പ്രാധാന്യം തന്നെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഫോസ്ഫറസ് ഹാലൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകൾ.